ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന ആദിയെയാണ്. ജാസ്മിൻ്റെ സ്ഥലം എവിടെയാണെന്ന് ആദി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, സ്ഥലമൊന്നും കൃത്യമായി എനിക്കും അറിയില്ല. അരുൺ റെക്കമെൻഡ് ചെയ്തത് അരുണിൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണെന്നാ പറഞ്ഞത്. ഞാനിവളെ സ്ഥിരപ്പെടുത്തിയിട്ടൊന്നുമില്ല, ടെമ്പററി ആയിട്ട് നിർത്തിയതാണെന്നും ഐശ്വര്യ പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് അരുൺ വരികയാണ്. എൻ്റെ ഐശ്വര്യ, ഒരു സ്റ്റാഫിനെ എടുക്കുമ്പോൾ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് അറിയാതെയാണോ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ആദി ദേഷ്യത്തോടെ ചോദിക്കുന്നു. എന്തെങ്കിലും അടിയോ കൊലപാതകമോ മറ്റോ നടത്തിയിട്ടാണോ വന്നതെന്ന് ഐശ്വര്യക്ക് എങ്ങനെ അറിയാം? ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ അശ്വതിയോട് ചോദിക്കുകയാണ്, എന്താടി, നീ ഏതെങ്കിലും പോലീസ് കേസിൽ പെട്ടിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ഇത് കേൾക്കുന്ന അരുൺ ഐശ്വര്യയോട് ദേഷ്യപ്പെടുകയാണ്. എന്താ ഐശ്വര്യ നീ കാണിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി വെറുതെ ഓരോന്ന് കയറി ചോദിക്കാനും പറയാനും നിൽക്കരുതെന്ന് അരുൺ പറയുമ്പോൾ ആദി പറയുകയാണ്, അരുണേ, ഐശ്വര്യ നിന്നോടല്ലല്ലോ ചോദിച്ചത്, അവളോടല്ലേ, അപ്പോൾ അവൾ മറുപടി പറഞ്ഞോളും. ഇത് കേൾക്കുന്ന ഐശ്വര്യം പറയുകയാണ്, അത് ആദ്യേട്ടാ ഞാനും ചിന്തിച്ചത്. എപ്പോൾ ഇവളോട് എന്തെങ്കിലും ചോദിച്ചാലും അരുണായിരിക്കും അതിനൊക്കെ മറുപടി പറയുന്നത്. തുടർന്ന് ആദി പറയുകയാണ്, ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങളൊരു വഴക്ക് വേണ്ട. ഐശ്വര്യ, ഈ സ്റ്റാഫിൻ്റെ ID പ്രൂഫും ഫോട്ടോയും കൂടി കളക്ട് ചെയ്തേക്കണം. ഇത് കേൾക്കുന്ന അശ്വതിയും അരുണും ഒരേപോലെ ഞെട്ടലോടെ നിൽക്കുകയാണ്. ജാസ്മിൻ, തൻ്റെ ID കാർഡും 3 ഫോട്ടോയും ഇവിടെ കൊടുത്തേക്കണമെന്ന് ആദി പറയുമ്പോൾ ഐശ്വര്യ ഇപ്പം തന്നെ തരാൻ അശ്വതിയോട് പറയുന്നു. നീ ഇപ്പം തന്നെ ചെന്ന് ഫോട്ടോയും ID കാർഡും എടുത്തുകൊണ്ട് വരണം. പിന്നെ ഫോട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഇവിടെ തന്നെ സ്റ്റുഡിയോ ഉണ്ടല്ലോ, ഫോട്ടോ എടുക്കാം. ഞാനും കൂടെ വരാം, നിന്റെ മുഖം അങ്ങനെയെങ്കിലും എനിക്കൊന്ന് കാണാമല്ലോ എന്ന് ഐശ്വര്യ പറയുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അരുണും അശ്വതിയും. തുടർന്ന് ആദി പറയുകയാണ്, ഫോട്ടോയും ID കാർഡും ഇല്ലെങ്കിൽ ഇവളെ ഇപ്പം തന്നെ റിജക്റ്റ് ചെയ്തേക്കണം. പിരിച്ചുവിടുക മാത്രമല്ല, ഞാനിവളെ ഇപ്പം തന്നെ പോലീസിലും ഏൽപ്പിക്കുമെന്ന് ഐശ്വര്യ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അശ്വതി. ഫോട്ടോ ഞാൻ പുറത്തെ സ്റ്റുഡിയോയിൽ പോയി എടുത്തിട്ട് വരാമെന്ന് അശ്വതി പറയുമ്പോൾ ശരി, വേഗം വേണമെന്ന് ഐശ്വര്യ പറയുന്നു. അങ്ങനെ അശ്വതിക്ക് പിന്നാലെ തന്നെ എനിക്ക് ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞ് അരുൺ പോകാനൊരുങ്ങുമ്പോൾ ആദി അരുണിനെ തടഞ്ഞു നിർത്തുകയാണ്. നിനക്കെന്താ ഇവിടുന്ന് ഫോൺ ചെയ്തൂടെ എന്ന് ആദി ചോദിക്കുമ്പോൾ ആർക്കാ ഇത്ര രഹസ്യമായിട്ട് ഫോൺ ചെയ്യാനുള്ളതെന്ന് ഐശ്വര്യം ചോദിക്കുന്നു. ഐശ്വര്യയോട് വാ അടച്ചു വെക്കാൻ പറഞ്ഞുകൊണ്ട് അരുൺ ദേഷ്യത്തോടെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് ആദിയും അരുണിന്റെ പിന്നാലെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഈ ജാസ്മിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെയാ എനിക്ക് തോന്നുന്നത്. തുടർന്ന് അരുൺ പുറത്തേക്കിറങ്ങി ശ്യാമയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് ശ്യാമ കോൾ കട്ട് ചെയ്യുന്നു. ഇതൊക്കെ കേൾക്കുന്ന ആദ്യം അവിടെ നിന്ന് പറയുകയാണ്, അപ്പോൾ അമ്മ പറയുന്നതെല്ലാം ശരി തന്നെയാ, ഇവർക്കെല്ലാം ഒത്താശയും ചെയ്യുന്നത് ശ്യാമ തന്നെയാണ്. തുടർന്ന് ശ്യാമ അശ്വതിയുടെ അടുത്തേക്ക് വരികയും കള്ള ID കാർഡും ഫോട്ടോയും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നു. എൻ്റെ ശ്യാമയെ, ഞാൻ ആകെ പെട്ട് നിൽക്കുകയായിരുന്നെന്ന് അശ്വതി പറയുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും പക്ഷേ നല്ല കാര്യത്തിനായതുകൊണ്ട് കണ്ണൻ എന്നോട് ക്ഷമിച്ചോളുമെന്നും ശ്യാമ പറയുന്നു. ശ്യാമെ, ഒരു സംശയം കൂടി, ഇനിയെങ്ങാനും ഈ ഫോട്ടോയും കൊണ്ട് ചെല്ലുമ്പോൾ രണ്ടും ഒന്നാണോ എന്നറിയാൻ വേണ്ടി ഐശ്വര്യ എൻ്റെ മുഖം കാണണമെന്ന് പറഞ്ഞാലോ? അപ്പോൾ എന്തു ചെയ്യുമെന്ന് അശ്വതി ചോദിക്കുമ്പോൾ അതിനാണോ വഴിയില്ലാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ ഐഡിയ അശ്വതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ശ്യാമ. അതേസമയം ഓഫീസിൽ അശ്വതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആദിയും ഐശ്വര്യയും. ആദ്യേട്ടാ, അവൾ പോയിട്ട് കുറേ നേരമായല്ലോ, ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ഐശ്വര്യ ടെൻഷനോട് ചോദിക്കുന്നു. അതേസമയം അശ്വതി അങ്ങോട്ടേക്ക് വരികയും ID കാർഡും ഫോട്ടോയും ഐശ്വര്യയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഐശ്വര്യ നോക്കിയതിനു ശേഷം അത് ആദിക്ക് നൽകുന്നു. അതേസമയം അരുൺ അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് ആദി ചോദിക്കുകയാണ്, ഇത് ആരുടെ ID കാർഡും ഫോട്ടോസുമാ? എൻ്റെ ആണെന്ന് അശ്വതി പറയുമ്പോൾ എനിക്കതിൽ സംശയമുണ്ടെന്നും ഐശ്വര്യയോട് ചെക്ക് ചെയ്യാനും ആദി പറയുന്നു. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അരുണും അശ്വതിയും. നിന്റെ മുഖംമൂടി നീ തന്നെ മാറ്റ്, ഞാനൊന്ന് കാണട്ടെ എന്ന് ഐശ്വര്യ പറയുമ്പോൾ അശ്വതി പറയുകയാണ്, അത് മേഡം, എൻ്റെ മുഖം തീപ്പൊള്ളലേറ്റ് വികൃതമായിരിക്കുകയാണ്. മേഡം സുന്ദരിയായ ഒരു പെൺകുട്ടിയല്ലേ, ഏതെങ്കിലും പെൺകുട്ടി അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ കള്ളം പറയുമോ എന്നും അശ്വതി ചോദിക്കുന്നു. എന്നിട്ടും ആദി വീണ്ടും അശ്വതി നിർബന്ധിക്കാനൊരുങ്ങുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, വേണ്ട ആദിയേട്ടാ, സൗന്ദര്യം ഒരു പെണ്ണിന് എത്ര വലുതാണെന്ന് പെണ്ണുങ്ങൾക്ക് മാത്രമേ മനസ്സിലാകൂ, നിന്റെ മുഖം നീ കാണിക്കണ്ട. തുടർന്ന് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഇവളുടെ മുഖം വികൃതമായത് നന്നായി, ഇനിയിപ്പോൾ അരുൺ അറിഞ്ഞാലേ ഇവളെ തിരിഞ്ഞു പോലും നോക്കില്ല. ജാസ്മിൻ എനിക്കിപ്പോൾ വിശ്വാസമായി ആദിയേട്ടാ എന്ന് പറഞ്ഞ് അശ്വതിയും ക്യാബിനിൽ നിന്ന് പോകുമ്പോൾ ആദി പറയുകയാണ്, അശ്വതി അങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് ഓഫീസിന്റെ പുറത്ത് അശ്വതിയും അരുണും ശ്യാമയും കൂടി സംസാരിക്കുന്നതാണ്. അതേസമയം ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ആദി പറയുകയാണ്, അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാകുന്നു, ഇനി എന്ത് വേണമെന്ന് എനിക്ക് തന്നെ അറിയാം. പിന്നീട് കാണിക്കുന്നത് തൻ്റെ ക്യാബിനിൽ ടെൻഷനോടെ നിൽക്കുന്ന അരുണിനെയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ആദി ചോദിക്കുകയാണ്, എന്തിനരുണേ നീ എന്നോടിങ്ങനെ കള്ളം പറയുന്നത്?
നീ തന്ത്രപരമായി നിന്റെ കാമുകിയെ ഓഫീസിൽ ജോലിക്ക് വെച്ചിരിക്കുകയാണല്ലേ? ആദിയേട്ടനോട് ഇതൊക്കെ ആരാ പറഞ്ഞതെന്ന് അരുൺ ചോദിക്കുമ്പോൾ ആദി പറയുകയാണ്. ആര് പറഞ്ഞു എന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്റെ ഏത് കാമുകിയുടെ കാര്യമാ ഏട്ടൻ നീ പറയുന്നതെന്ന് അരുൺ ചോദിക്കുമ്പോൾ അഭിരാമിയുടെ. അല്ലാതെ നിനക്ക് വേറെ കാമുകിമാരൊന്നും ഇല്ലല്ലോ എന്ന് ആദി ചോദിക്കുന്നു. എടാ, നാലാൾ അറിയേ നീ താലി കെട്ടി കൊണ്ടുവന്നവളാ ഐശ്വര്യ. ആ ഐശ്വര്യയുടെ കാര്യം നീ ഓർത്തോ? ആദ്യേട്ടന് അമൃതേട്ടത്തിലെയും മക്കളുടെയും കാര്യം നോക്കിയാ പോരെ? എന്തിനാ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? അത് നീ എന്റെ അനിയനായതുകൊണ്ട്, നീ മുന്നോട്ടുള്ള ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട്. ഏട്ടന്റെ അഭിനയം നന്നായിട്ടുണ്ട്. ഏട്ടൻ എന്നെ കൊണ്ട് പഴയതൊന്നും പറയിപ്പിക്കണ്ട. അനുജനോടുള്ള സ്നേഹം എന്നിട്ടാണോ ആദ്യേട്ടനും അമ്മയും ചേർന്ന് എന്റെ അഭിരാമിയെ എന്നിൽ നിന്നും അകറ്റിയത്? ഏട്ടാ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതാണ്. ഇനിയും ഏട്ടന്റെ ഡ്രാമയുണ്ടല്ലോ, അത് എന്റെ മുന്നിൽ വേണ്ട. ഇപ്പൊ ഐശ്വര്യ കരുതിയിരിക്കുന്നത് ആദിയേട്ടന്റെ കാമുകിയാണ് അശ്വതിയെന്നും കൂടാതെ നിങ്ങളുടെ മകളാണ് ശ്രീകുട്ടിയെന്നും. അങ്ങനെയാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത്രയൊക്കെ ദ്രോഹങ്ങള് നിങ്ങൾ എന്നോട് ചെയ്തിട്ടും ഇപ്പോഴും ഏട്ടൻ എന്നുള്ളൊരു സ്നേഹം എന്റെ മനസ്സിലുണ്ട്. ഇനിയും അഭിരാമിയെ കണ്ടെത്തൽ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. ഇവിടെ ജാസ്മിൻ എന്ന പേരിലുള്ളത് എന്റെ അഭിരാമി തന്നെയാണ്. ഇനിയും നിങ്ങൾ അഭിരാമിക്ക് നേരെ നിങ്ങളുടെ ചെറുവിരലെങ്ങാനും അനക്കിയാലുണ്ടല്ലോ, ഏട്ടൻ എന്നുള്ള പരിഗണന ഞാൻ അങ്ങ് മറക്കും. അത് ഓർമ്മയിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അരുൺ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. അഖിലിനെയും ശ്യാമയും കാണാനായി ആദി അവരെ വിളിപ്പിച്ചിരിക്കുകയാണ്. ആദിയേട്ടൻ എന്തിനാ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത് എന്ന് അഖിൽ ചോദിക്കുമ്പോൾ ആദി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. ജാസ്മിൻ എന്ന് പറയുന്നത് അശ്വതിയാണല്ലേ? ഇത് കേൾക്കുന്ന രണ്ടുപേരും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ ആദി പറയുകയാണ്, നിങ്ങൾ ഇനി കള്ളമൊന്നും പറയാൻ നിൽക്കണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. അശ്വതിയെ സംരക്ഷിക്കുന്നത് അഖിലും ശ്യാമയും ചേർന്നാണല്ലേ? അമ്മ പറഞ്ഞതുപോലെ കുടുംബത്തിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണല്ലേ ശ്യാമ നോക്കുന്നത്? ഏട്ടാ, ശ്യാമയെ മാത്രം ഇതില് കുറ്റക്കാരിയാക്കാൻ നിൽക്കണ്ട. ഐശ്വര്യടത്തിയെ പോലെ അശ്വതിയും ഒരു സ്ത്രീ തന്നെയല്ലേ? അവർക്കും ജീവിക്കാനൊക്കെ ആഗ്രഹം കാണില്ലേ? പിന്നെ ശ്രീകുട്ടിയുടെ കാര്യം, ആ കുട്ടി എന്ത് ദ്രോഹം ചെയ്തിട്ടാ എല്ലാവരും കൂടി അതിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? പിന്നെ അരുണേട്ടന്റെ അവസ്ഥ, ഒരു വശത്ത് സ്വന്തം ഭാര്യയാണെങ്കിൽ ഒരു വശത്ത് പ്രാണനെ പോലെ സ്നേഹിച്ച പെൺകുട്ടി. ഇതിന്റെ നടുക്കൊക്കെ പെട്ട് ആകെ ഉറക്കമില്ലാത്ത അവസ്ഥയിലാണ് അരുണേട്ടൻ. ഇതിനെല്ലാം കാരണം ആരാണെന്ന് ആദ്യേട്ടൻ തന്നെ പറയാൻ അഖിൽ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അവരെ നോക്കുകയാണ് ആദി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.